Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyannur. Arabian Jewelers, Payyannur and Trikkaripur. Kallarakal's Gold Park, Payyannur. White House, National Highway, Chiruvattur, Anchulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. ബാഗ് ബസാർ, എബോ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ഇസ ടിമ്പേഴ്സ്, വെള്ളാപ്പ്, തൃക്കരിപ്പൂർ. ടി ബാഗ്, റോയൽ സിറ്റി കോംപ്ലക്സ് നിയർ ഫെഡറൽ ബാങ്ക്, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടാട്ട് ചെറാട്ട് കോൺഗ്രസ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. പാർലമെന്റ് ഇലക്ഷനിൽ LDFന്റെ കള്ളവോട്ട് തടഞ്ഞതിന്റെ പ്രതിഫലനമാണ് അക്രമമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തു. എന്നാൽ LDFൽ നിന്നും UDFിലേക്കുണ്ടായ വോട്ട് ചോർച്ച കള്ളവോട്ടിനെ മറികടക്കുമെന്നും പിണറായി വിജയനും കണ്ണൂരിലെ ജയരാജന്മാരുമാണ് അക്രമങ്ങൾക്ക് പിന്നിലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. വീറും വാശിയും നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പോളിംഗ്. 82.92% പോളിംഗ് കണ്ണൂരിൽ രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് മൊത്തം 77.68% പോളിംഗും രേഖപ്പെടുത്തി. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായി തിരുവർക്കാട്ടുകാവ് വള്ളിക്കെട്ട് നാശത്തിലേക്ക്. പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നതായും ആക്ഷേപം. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടു. ടെലിഫോൺ കേബിളുകൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. മലയാളത്തെ പാടി കോൾമേർ കൊള്ളിച്ച തെന്നിന്ത്യൻ ഗാനകോകിലത്തിന് 81 വയസ്സ്. വാർത്തകൾ വിശദമായി. എടാട്ട് ചെറാട്ട് കോൺഗ്രസ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. എടാട്ട് സംസ്കൃത കോളേജിനു സമീപത്തെ പ്രിയദർശിനി മന്ദിരമാണ് അഗ്നിക്കിരയാക്കിയത്. പാർലമെന്റ് ഇലക്ഷനിൽ LDFന്റെ കള്ളവോട്ട് തടഞ്ഞതിന്റെ പ്രതിഫലനമാണ് അക്രമമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെയോടെയായിരുന്നു സംഭവം. പുലർച്ചെ നടക്കാൻ പോകുന്ന ആൾക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് സംഭവം അറിഞ്ഞത്. എടാട്ട് സ്കൂളിൽ CPM പ്രവർത്തകർക്ക് കള്ളവോട്ട് നടത്തുവാനുള്ള ശ്രമം UDF പ്രവർത്തകർ തടഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇതിനു പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. സംഭവത്തിലെ കുറ്റവാളികളെ പിടികൂടി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കമ്മിറ്റി പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഓഫീസിൽ സൂക്ഷിച്ച ഫർണിച്ചറുകളും ജനലുകളും വാതിലുകളും പൂർണ്ണമായും അഗ്നിക്കിരയായി. 7 തവണ ഈ ഓഫീസ് തീവെച്ചതായും തിരഞ്ഞെടുപ്പിലെ പരാജയഭീതിയാണ് LDF പ്രവർത്തകർ ഇത്തരം അക്രമത്തിന് മുതിരാൻ കാരണമെന്നും കള്ളവോട്ട് ചെയ്യാൻ പറ്റാത്തതിൽ വിരളി പൂണ്ടിരിക്കുകയാണ് CPM പ്രവർത്തകരെന്നും തിരഞ്ഞെടുപ്പ് സമാധാനപരമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഇടതുപക്ഷ പ്രവർത്തകർ അക്രമം കൊണ്ട് അഴിഞ്ഞാടുകയായിരുന്നുവെന്നും ഇതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ പിടികൂടണമെന്നും സ്ഥലം സന്ദർശിച്ച DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ജില്ലയുടെ പല ഭാഗത്തും അക്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ എടാട്ട് ഈ ചെറാട്ട് ഓഫീസിന് നേരെ ഇത് തുടർച്ചയായ 7ാമത്തെ പ്രാവശ്യമാണ്. കള്ളവോട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പ്രദേശത്ത് ഇതുപോലുള്ള അക്രമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പതിവ് രീതിയാണ്. ഇനിയെങ്കിലും ഈ പുതിയ കാലഘട്ടത്തിൽ അവരിതിൽ നിന്നെല്ലാം പുറകോട്ട് പോകണം. അവരെ കാത്തു നിൽക്കുന്നത് വലിയൊരു പരാജയമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വലിയൊരു പരാജയമാണ് അവരെ കാത്തു നിൽക്കുന്നത്. ആ പരാജയ ഭീതി പൂണ്ടവർ നടത്തുന്ന ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ജനാധിപത്യ സമൂഹം തള്ളിക്കളയണം, അതിനെ പ്രതിഷേധിക്കണം. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള വാഴ്ചകൾ തീർച്ചയായിട്ടും നിയമവാഴ്ചയെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി പോലീസ് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഈ ഓഫീസിന് നേരെ നിരന്തരമായി നടക്കുന്ന ഈ അക്രമം അവസാനിപ്പിക്കാൻ കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ
അബ്ദുൽ കരീം ചേലേരി, കെ ടി സഹദുള്ള, TNA ഖാദർ, KP കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, KV വിജയൻ, KV രാമചന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാസർഗോഡ് മണ്ഡലത്തിൽ വിജയം ഉറപ്പെന്ന് കാസർഗോഡ് പാർലമെന്റ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തു. എന്നാൽ LDF-ൽ നിന്നും UDF-ലേക്കുണ്ടായ വോട്ട് ചോർച്ച കള്ളവോട്ടിനെ മറികടക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. എടാട്ട് ചെറാട്ട് കോൺഗ്രസ് ഓഫീസ് തീവച്ച് നശിപ്പിച്ചത് സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ തിരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുക CPM-ന്റെ പതിവാണ്. ഇത്തവണ കള്ളവോട്ട് തടയുവാനുള്ള ശ്രമം UDF തടഞ്ഞിട്ടുണ്ടെന്നും കള്ളവോട്ട് നടക്കാതിരുന്നതിന്റെ ദേഷ്യമാണ് കോൺഗ്രസ് ഓഫീസ് കത്തിച്ചത്. കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് നടക്കുന്നത്. വനിതാ മതിൽ ഉണ്ടാക്കിയത് സ്ത്രീ സുരക്ഷയ്ക്കാണ്. എന്നാൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് LDF പ്രവർത്തകർ തന്നെയാണ്. കലാശക്കൊട്ട് കഴിഞ്ഞതോടെ തന്നെ ഈ മണ്ഡലം UDF-ന്റേതാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞെന്നും ഭയപ്പെടുത്തി വോട്ട് നേടുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. പിണറായി വിജയൻ തന്റെ മണ്ഡലത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിക്കുമായിരുന്നുവെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. അല്ല, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്നൊരു ചൊല്ലുണ്ട്. അതിന് സമാനമായ കാര്യങ്ങളാണ് ഈ കല്യാശ്ശേരിയിലും പയ്യന്നൂരും നടന്നിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും കള്ളവോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പതിവാണ്. ഇത്തവണ ആ കള്ളവോട്ടിനെ ചെറുക്കാൻ ഇന്നേജന്മാരായിരുന്ന ആളുകൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അത് നടക്കാതെ വന്നതുകൊണ്ടും ഫലപ്രദമായി കള്ളവോട്ട് തടയാൻ ഇടയായതുകൊണ്ടും അതിനകത്തുള്ള ദേഷ്യവും വിരോധവും വിദ്വേഷവും തീർക്കാനാണ് കോൺഗ്രസ് ഓഫീസ് ഈടാട്ട് കോൺഗ്രസ് ഓഫീസ് തീയിട്ട് നശിപ്പിച്ചത്. പയ്യന്നൂരും കല്യാശ്ശേരിയും ആരുടെയും സ്വത്തല്ലെന്നും പിണറായി വിജയനും EP ജയരാജനും MP ജയരാജനും ഉൾപ്പെടുന്ന കണ്ണൂർ ലോബിയാണ് അക്രമത്തിന് പിന്നിലെന്നും കാസർഗോഡ് മണ്ഡലത്തിലെ 10% കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ് ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിലുള്ളത്. ഈ തിരഞ്ഞെടുപ്പോടുകൂടി കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു പുനർചിന്തനം ഉണ്ടാകുമെന്നും കള്ളവോട്ടിനെ മറികടക്കുവാൻ LDF-കാർ UDF-ന് ചെയ്ത വോട്ട് മാത്രം മതിയെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുകയും നരേന്ദ്രമോദിയെ പൊതുശത്രുവായി പ്രതിരോധിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കമ്മ്യൂണിസം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷേ ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധന്മാരുടെ കൈപ്പിടിയിലാണ് ഇന്ന് പ്രസ്ഥാനം. ആ സാമൂഹ്യ വിരുദ്ധന്മാർ 90% യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ വഴിതെറ്റിക്കുന്നു. അവർ നേരായ മാർഗത്തിലൂടെ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വോട്ടെണ്ണുമ്പോൾ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും തൃക്കരിപ്പൂരിലും അടക്കം ഒരു പുനർചിന്തനം കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പുനർചിന്തനം ഫലപ്രദമായി ഞാൻ വിനിയോഗിക്കും. ഞാൻ ജയിച്ചാൽ ഞാനിവിടെ താമസിക്കും. ഇനി ഈ രാഷ്ട്രീയം ഈ മണ്ണിൽ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് ഞാൻ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ മെസ്സേജുമായി ഞാൻ മുന്നോട്ട് പോകും. ഏടാട്ട് ചേറാട് അഗ്നിക്കിരയായ കോൺഗ്രസ് ഓഫീസ് സന്ദർശിച്ച ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ 3ാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. 77.68% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 2014-ൽ 74.02% പോളിംഗ്. 2009-ൽ 73.37%. രാവിലെ 7 മണി മുതൽ പോളിംഗ് ബൂത്തുകളിൽ തുടങ്ങിയ തിരക്ക് പലയിടങ്ങളിലും രാത്രി വൈകിയും അനുഭവപ്പെട്ടു. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഇക്കുറി പോളിംഗ് ശതമാനം ഗണ്യമായി കൂടി. തിരുവനന്തപുരത്ത് 2014-ലെ 68.69-ൽ നിന്ന് ഇത്തവണ 73.45%. പത്തനംതിട്ടയിൽ 65.81-ൽ നിന്ന് 74.18 തൃശൂരിൽ 72.17-ൽ നിന്നും 77.86 ഉയർന്നു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ വയനാട്ടിൽ 73.29-ൽ നിന്ന് 80.31%. വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്. കഴിഞ്ഞ തവണ 70% കടന്നത് 17 മണ്ഡലങ്ങളിലായിരുന്നു. ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും 70% കടന്നു. 8 മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം 80 കഴിഞ്ഞത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, വടകര, കോഴിക്കോട്, ആലത്തൂർ, ചാലക്കുടി, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിലാണ് പോളിംഗ് ശതമാനം 80 കടന്നത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് ത്രികോണ മത്സരത്തിൽ ഏറ്റവുമധികം ശ്രദ്ധേയമായ തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977-ലും 1989-ലും പോളിംഗ് 79% കടന്നിരുന്നു. ഈ വർഷങ്ങളിലാണ് സംസ്ഥാന ചരിത്രത്തിൽ മികച്ച പോളിംഗ് നടന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ പലയിടങ്ങളിലും കേടായത് വോട്ടെടുപ്പ് വൈകുവാനും തർക്കങ്ങൾക്കും കാരണമായി. എന്നാൽ എങ്ങും റീപോളിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത്തവണ എല്ലാ ബൂത്തിലും VVPAT യന്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതും വോട്ടെടുപ്പിന് കൂടുതൽ സമയമെടുക്കാൻ കാരണമായി.
ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. മഴ മൂലം പോളിംഗ് തടസ്സപ്പെട്ട മണ്ഡലങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. വീറും വാശിയും നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പോളിംഗ്. രാവിലെ 7-ന് ആരംഭിച്ച പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. കണ്ണൂർ ജില്ലയിൽ 82.92% പോളിംഗ് രേഖപ്പെടുത്തി. വീറും വാശിയും നിറഞ്ഞ 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പോളിംഗ് 81.74% വോട്ടാണ് കണ്ണൂർ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. മിക്ക ബൂത്തുകളിലും 7 മണിക്ക് മുൻപ് തന്നെ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ചിലയിടങ്ങളിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് പ്രക്രിയ തുടങ്ങാൻ താമസം നേരിട്ടു. അതിനാൽ ആദ്യ മണിക്കൂറിൽ താരതമ്യേന കുറഞ്ഞ വോട്ടിംഗ് നിരക്കായ 4% രേഖപ്പെടുത്തിയത്. എന്നാൽ 9 മണിയോടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 11.87% വോട്ടിംഗ് നില ഉയർന്നു. 18.36% വോട്ടാണ് രാവിലെ 10 മണിക്കുള്ളിൽ ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ഇത് 11:30 30.51% ഉയർന്നു. 1 മണിയോടെ ശതമാനം 44.27 2 മണി കഴിഞ്ഞതോടെ പകുതിയിലേറെ പേരും വോട്ട് ചെയ്യുന്ന നിലയിലെത്തി. ശതമാനം 52.84 ഉച്ചസമയത്ത് പോളിംഗിൽ നേരിയ മന്ദഗതി കണ്ടെങ്കിലും 4 മണിയോടെ 67.81 എന്ന നിലയിലേക്ക് കുതിച്ചുയർന്നു. വോട്ടിംഗ് അവസാനിക്കേണ്ട 6 മണിക്ക് 77.42% പോളിംഗ്. 6 മണിക്ക് 625 ബൂത്തുകളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരി നിൽക്കുന്നുണ്ടായിരുന്നു. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളാണ് ജില്ലയിൽ പോളിംഗിൽ മികച്ചു നിന്നത്. കണ്ണൂർ അസംബ്ലി മണ്ഡലം ഏറ്റവും പിറകിലായി. കണ്ണൂർ ജില്ലയിൽ ആകെ 82.92% പോളിംഗ് നടന്നു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 83.06%. നിയമസഭാ മണ്ഡലങ്ങളിലെ പോളിംഗ് നില: പയ്യന്നൂർ 85.83, കല്യാശ്ശേരി 83.02, തളിപ്പറമ്പ് 86.16, ഇരിക്കൂർ 80.94, അഴീക്കോട് 80.96, കണ്ണൂർ 79.23, ധർമ്മടം 85.68, മട്ടന്നൂർ 86.22, പേരാവൂർ 81.39, തലശ്ശേരി 80.33, കൂത്തുപറമ്പ് 81.44 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 80.12% പോളിംഗ്. 1317 വോട്ടിംഗ് യന്ത്രങ്ങളാണ് തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടായത് അവിടങ്ങളിൽ കുറച്ചുനേരത്തേക്ക് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തി. 76.83% പുരുഷന്മാരും 83.19% സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സ്ത്രീകളാണ് വോട്ട് ശതമാനത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 78.49% മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം. 1317 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നടന്ന വോട്ടെടുപ്പിൽ 6 മണിക്ക് ക്യൂവിലുണ്ടായിരുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിച്ചു. 1317 വോട്ടിംഗ് യന്ത്രങ്ങളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുണ്ടായത് അവിടങ്ങളിൽ കുറച്ചുനേരത്തേക്ക് വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തി. ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നുവെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. ജില്ലയിലെ പ്രശ്നബാധിതമായി കണക്കാക്കിയ 43 ബൂത്തുകളിലെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവും സംഘവും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ കൺട്രോൾ റൂമിലിരുന്ന് നിരീക്ഷിച്ചു. 71 മറ്റു ബൂത്തുകളിൽ മൈക്രോ ഒബ്സർവർമാരെയും നിയോഗിച്ചിരുന്നു. ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 15 സ്ട്രോങ് റൂമുകളിലായാണ് 1317 ബൂത്തുകളിലെ വിവിപാറ്റ് ഉൾപ്പെടെയുള്ള വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്ത് താക്കോൽ പോലീസിന് കൈമാറി. വോട്ടെണ്ണൽ ദിവസമായ മെയ് 23 വരെ വൻ സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി 3872 ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരുന്നത്. ഇവർക്കു പുറമെ 668 റിസർവ് ജീവനക്കാരുമുണ്ടായിരുന്നു. പോളിംഗ് ബൂത്തുകളിലെ സുരക്ഷാ ചുമതല നിർവഹിക്കുന്നതിന് 2641 പോലീസുകാരെയും വിന്യസിപ്പിച്ചിരുന്നു. ആകെ 80.12% വോട്ടിംഗ് നടന്നു. മഞ്ചേശ്വരം 74.72, കാസർഗോഡ് 76.01, ഉദുമ 78.91, കാഞ്ഞങ്ങാട് 81.20, തൃക്കരിപ്പൂർ 83.12, പയ്യന്നൂർ 85.83, കല്യാശ്ശേരി 82.32 എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്.
പോളിംഗിൽ കരുത്തുകാട്ടി വനിതകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ കരുത്തുകാട്ടി വനിതാ വോട്ടർമാർ 84.76% സ്ത്രീകളാണ് ജില്ലയിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. 80.85% പുരുഷന്മാരും വോട്ട് രേഖപ്പെടുത്തി. ആകെ 9,24,421 പുരുഷ വോട്ടർമാരിൽ 7,47,438 പേരും 10,40,028 സ്ത്രീ വോട്ടർമാരിൽ 8,81,530 പേരും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായി വോട്ട് ചെയ്തു. തളിപ്പറമ്പ് നിയോജക മണ്ഡലമാണ് വോട്ട് രേഖപ്പെടുത്തിയ സ്ത്രീകളുടെ എണ്ണത്തിൽ മുന്നിൽ 87.82%. പയ്യന്നൂർ മണ്ഡലത്തിൽ 87.22%, കല്യാശ്ശേരിയിൽ 85.08%, തളിപ്പറമ്പിൽ 87.82%, ഇരിക്കൂറിൽ 81.84%, അഴീക്കോട് മണ്ഡലത്തിൽ 82.56%, കണ്ണൂരിൽ 82.35%, ധർമ്മടം 87.43%, തലശ്ശേരിയിൽ 81.51%, കൂത്തുപറമ്പിൽ 85.8%, മട്ടന്നൂരിൽ 87.42%, പേരാവൂരിൽ 82.25% എന്നിങ്ങനെയാണ് സ്ത്രീകൾ പോൾ ചെയ്തത്. വോട്ടെടുപ്പ് ദിനത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ 135 നമ്പർ പോളിംഗ് ബൂത്ത് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി. ജില്ലയിലെ ഏക ട്രാൻസ്ജെൻഡർ വോട്ടറായ ഇഷ കിഷോർ വോട്ട് രേഖപ്പെടുത്തിയത് ഇവിടെയാണ്. ജില്ലയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ വോട്ടർ കൂടിയാണ് ഇവർ. വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ എൻ്റെ അധികാരം, എൻ്റെ അവകാശം ഞാൻ വിനിയോഗിക്കുകയാണ് ചെയ്തത്. എനിക്ക് എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി വോട്ട് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുള്ള കാര്യമാണ്. ഞാനായി അംഗീകരിക്കപ്പെട്ടതിലാണ് സന്തോഷം, ഇഷ കിഷോർ പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന, നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ കെൽപ്പുള്ള സ്ഥാനാർത്ഥികളെയാണ് തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കേണ്ടത്. വോട്ട് രേഖപ്പെടുത്തുന്നതിലൂടെ നാം നമ്മുടെ നിലപാടുകളാണ് വെളിപ്പെടുത്തുന്നതെന്ന് അവർ കൂട്ടിച്ചേർത്തു. തികച്ചും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള ഒരു പാതയാണ് ഇതിലൂടെ തുറന്നു വന്നിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി പറയാൻ പറ്റുന്നൊരു സാഹചര്യം തീരെ ഉണ്ടായിരുന്നില്ല ഈ സമൂഹത്തിൽ. അപ്പം നമ്മുടെ വ്യക്തിത്വത്തോടു കൂടി, നമ്മുടെ ലിംഗസത്വത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണിത്. അതുപോലെ തന്നെ ഇവിടെ മത്സരിക്കുന്ന പാർട്ടികളിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതും. ജില്ലയിൽ നിരവധി ട്രാൻസ്ജെൻഡറുകൾ ഉണ്ടെങ്കിലും പലരും സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ തയ്യാറല്ല. സമൂഹം തന്നെയാണ് അതിന് കാരണം. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ട്രാൻസ്ജെൻഡർ വോട്ടർമാർ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും ഇഷ പറഞ്ഞു. കാഞ്ഞങ്ങാട് സ്വദേശിയായ ഇഷ പ്രാദേശിക വാർത്താ ചാനലിൽ വാർത്താ അവതാരകയാണ്. മോഡലിംഗ്, നൃത്തം തുടങ്ങിയ മേഖലകളിൽ ഇവർ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. നീന്തൽ പരിശീലന രംഗത്ത് ഏറെ ശ്രദ്ധ നേടുകയാണ് പാലാവയൽ ഗ്രാമം. മലയോരത്തെ 4 വയസ്സു മുതലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലനം നൽകുന്നതിലൂടെ ആരോഗ്യവും സ്വയരക്ഷാപ്രാപ്തിയുമുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഇവർ. പ്രളയവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാ വർഷങ്ങളിലും ഭീതി വിതയ്ക്കുന്ന ജനവിഭാഗമാണ് മലയോരത്തുള്ളത്. കുടിയേറിപ്പാർത്ത കർഷകരുടെ കഠിനാധ്വാനം കൊണ്ട് വികസിതമായ മലയോര ദേശത്ത് എല്ലാ മഴക്കാലങ്ങളിലും മുങ്ങിമരണങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മുങ്ങിമരണങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ പ്രധാന കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്ന നീന്തൽ പരിശീലനം തന്നെയാണ്. കരകവിയുന്ന തേജസ്വിനി വർഷാവർഷം ഓരോ ജീവനും എടുക്കുമ്പോൾ ഇനിയൊരു ജീവൻ പൊലിയരുതെന്ന ഇവിടുത്തുകാരുടെ അടിയുറച്ച ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഇത്തരത്തിലുള്ള നീന്തൽ പരിശീലനത്തിന് പിന്നിലുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കീഴിൽ നീന്തൽക്കുളം സജ്ജീകരിച്ചത്. 2014 സ്പോർട്സ് കൗൺസിലിന്റെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച നീന്തൽക്കുളം MLA ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. 4 വയസ്സുള്ള കുട്ടികളെ മുതൽ ഇവിടെ നീന്തൽ പരിശീലിപ്പിച്ചു വരുന്നു. പാലാവയൽ, കോഴിച്ചാൽ, മീന്തുള്ളി തുടങ്ങിയ പ്രദേശത്ത് നിരവധി പേരാണ് നീന്തലിൽ സംസ്ഥാന ചാമ്പ്യന്മാരായുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇതുവഴി തൊഴിൽ നേടുവാനും കഴിഞ്ഞിട്ടുണ്ട്. വേനൽ അവധി തുടങ്ങിയതോടെ രാവിലെ 6 മണിയോടെ തന്നെ ഇവിടെ നീന്തൽ പരിശീലനം തുടരും. ബിജു മാതശ്ശേരിയാണ് നീന്തൽ പരിശീലകൻ. നമുക്ക് നല്ലൊരു സഹകരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ വേറെ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത സ്ഥിതിക്ക് കുറച്ചുകൂടി നല്ലൊരു സഹകരണം നീന്തൽ പഠിക്കാനുള്ളൊരു അവസരം ലഭിക്കുമ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ്
ഇവിടുത്തെ നീന്തൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. CRPF ക്യാമ്പ് ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഇവിടെ നീന്തൽ പരിശീലനത്തിനായി കുളം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പുറത്തുനിന്നുള്ള ആളുകളെയും ഇവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട്. പുളിങ്ങോം പുഴയിലും മറുഭാഗത്തെ മലമടക്കുകൾക്കിടയിലും ഇനിയൊരു അപകടം വരാതിരിക്കുവാനുള്ള മുൻകരുതലാണ് ബാലപാഠം പഠിക്കുന്ന ഈ നീന്തൽ പരിശീലനം. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കയ്യൂരിൽ ചൊവ്വാഴ്ചയുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശം. കാർഷിക വിളകൾ പലതും കാറ്റിൽ നശിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായി കൃഷിക്ക് നാശം സംഭവിച്ചു. കയ്യൂർ പാലോത്തെ തമ്പാൻ വെളിച്ചപ്പാടൻ പൊതാവൂർ പാടത്ത് കൃഷി ചെയ്ത 100-ൽ പരം വാഴകൾ കാറ്റിൽ ഒടിഞ്ഞ് നിലം പതിച്ചു. കുലച്ച നേന്ത്രവാഴകളാണ് ഇവയെന്നത് നഷ്ടത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. വേനലിൽ രാവിലെയും വൈകിട്ടും വെള്ളം നനച്ച് നന്നായി പരിപാലിച്ച വാഴകളാണിവ. കൃഷിഭവനിൽ നിന്ന് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടിയാൽ കുറച്ച നഷ്ടം നികത്താമെന്ന പ്രതീക്ഷയിലാണ് തമ്പാൻ വെളിച്ചപ്പാടൻ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായി തിരുവർക്കാട്ടുകാവ് വള്ളിക്കെട്ട് നാശത്തിലേക്ക്. പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. രാപ്പകൽ ഭേദമില്ലാതെ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നതായും ആക്ഷേപമുണ്ട്. ജൈവ വൈവിധ്യ കേന്ദ്രമായ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് മാടായിക്കാവിലെ വള്ളിക്കെട്ട്. അപൂർവ ഇനം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണ് ഇവിടം. മാടായിപ്പാറയിലെ അവശേഷിക്കുന്ന വനമേഖല കൂടിയാണ് ഇത്. അപൂർവങ്ങളായ വള്ളിച്ചെടികളും മരങ്ങളും നിറഞ്ഞ പ്രദേശം. എന്നാൽ മനുഷ്യരുടെ ഇടപെടൽ ഇതിന്റെ നാശത്തിലേക്കാണ് എത്തിച്ചേർന്നത്. വള്ളിക്കെട്ട് നിറയെ മദ്യക്കുപ്പികൾ നിറഞ്ഞിരിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളുമെല്ലാം തള്ളുന്ന കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുകയാണ്. മാടായി തിരുവർക്കാട്ടുകാവിലെ പ്രശസ്തമായ കലശ മഹോത്സവത്തിന് കെട്ടിയാടുന്ന തെയ്യങ്ങളുടെ പുറപ്പാട് ഈ കാവിനകത്ത് വെച്ചാണ്. ഇതിനായുള്ള അണിയറയുടെ തറയും മറ്റും നാശത്തിന്റെ വക്കിലാണ്. ഇത് സംരക്ഷിക്കാനാവശ്യമായ യാതൊരു നടപടിയും ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. മാടായിക്കാവിലെ വള്ളിക്കെട്ട് വേലിക്കെട്ടി സംരക്ഷിക്കണമെന്ന് ഭക്തജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനാവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല. മാടായിക്കാവ് ക്ഷേത്രത്തോടൊപ്പം തന്നെ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശമാണ് മാടായിക്കാവിലെ വള്ളിക്കെട്ട്. ഇത് സംരക്ഷിക്കാനാവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടു. ടെലിഫോൺ കേബിളുകൾ കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. 200ഓളം ടെലിഫോൺ ബന്ധം ഇല്ലാതായി. ടെലിഫോൺ ജീവനക്കാർ പൂർവ്വസ്ഥിതിയിലാക്കി. ദിവസങ്ങൾക്ക് മുമ്പാണ് സെൻട്രൽ ബസാറിലെ മടത്തുംപടി റോഡിന് സമീപം രാത്രിയിൽ മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടത്. തൊട്ടടുത്തുള്ള ടെലിഫോൺ ബോക്സിലേക്കും തീ പടർന്ന് കേബിളുകൾ കത്തി നശിക്കുകയും ചെയ്തു. ഇതോടെ ടൗണിലുള്ള ടെലിഫോൺ ബന്ധവും വേർപെട്ടു. ഏറെ പാടുപെട്ടാണ് ടെലിഫോൺ ജീവനക്കാർ പൂർവ്വസ്ഥിതിയിലാക്കിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വിധിയെയും വൈകല്യത്തെയും വെല്ലുവിളിച്ച് മുച്ചക്ര സൈക്കിളിൽ ലോട്ടറി വിൽക്കുകയാണ് കുമാരേട്ടൻ. പയ്യന്നൂർ നഗരത്തിൽ കഴിഞ്ഞ 5 വർഷമായി ലോട്ടറി വിൽപ്പനയിൽ സജീവമായ ഇദ്ദേഹത്തിന്റെ സ്വപ്നം തന്റെ തകർന്ന സൈക്കിളിന് പകരം നല്ലൊരു സൈക്കിളാണ്. പാടിച്ചാലിലെ കർഷക തൊഴിലാളിയായ തേളക്കാടൻ കുമാരൻ 10 വർഷം മുമ്പാണ് രക്തസമ്മർദ്ദത്തെ തുടർന്ന് ഇടതുകാലും കൈയും തളർന്ന് കിടപ്പിലായത്. മാസങ്ങളോളം ആശുപത്രിയിലും വീട്ടിലുമായി കിടപ്പിലായി. ഡോക്ടർമാർ കൈയൊഴിഞ്ഞെങ്കിലും തൻ്റെ മനസ്സാന്നിധ്യം കൊണ്ട് വീണ്ടും തൊഴിലെടുത്ത് ജീവിക്കാൻ ഇറങ്ങുകയായിരുന്നു. അങ്ങനെ 5 വർഷം മുമ്പാണ് ലോട്ടറി വിൽപ്പന ആരംഭിച്ചത്. പയ്യന്നൂരിലെ ഒരു സംഘടന നൽകിയ മുച്ചക്ര സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തി വരികയാണ്. കണ്ടോത്ത് മുതൽ പയ്യന്നൂർ ടൗൺ വരെ സൈക്കിളിൽ ലോട്ടറി വിൽപ്പനയിൽ സജീവമാണ് ഇദ്ദേഹം. എല്ലാവർക്കും പ്രിയങ്കരനായ കുമാരേട്ടൻ തമാശ പറഞ്ഞും രസിപ്പിച്ചും ലോട്ടറി വിൽപ്പന നടത്തി വരികയാണ്. ഇപ്പോൾ കാലപ്പഴക്കത്താൽ സൈക്കിളിൻ്റെ എല്ലാ ഭാഗങ്ങളും തുരുമ്പെടുത്ത് തകർന്നിട്ടുണ്ട്. നിരവധി പ്രാവശ്യം വെൽഡ് ചെയ്ത് ബന്ധിപ്പിച്ചാണ് സൈക്കിൾ നീങ്ങുന്നത്. ഉദാരമതികളായവരിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും നല്ലൊരു സൈക്കിൾ കിട്ടിയാൽ വലിയ ഉപകാരമാകുമെന്നാണ് കുമാരേട്ടൻ പറയുന്നത്. ഒന്ന് റിപ്പയർ ആക്കാനുള്ള വകുപ്പ് എനിക്ക് ലോട്ടറി കിട്ടുന്നില്ല. അതെങ്ങനെയെങ്കിലും ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു, ഞാൻ എനിക്ക് ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മൾ പാർട്ടിനോട് പറഞ്ഞു. ആളോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് കിട്ടുമെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സൗകര്യം. ആരെയും ആശ്രയിക്കാതെ സ്വയം തൊഴിലെടുത്ത് ജീവിക്കാനാണ് കുമാരേട്ടൻ്റെ ആഗ്രഹം. അതിനായി നന്മ പറ്റിയിട്ടില്ലാത്ത ഉദാരമതികൾ കുമാരേട്ടനെ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
മലയാളത്തെ പാടി കോൾമേർ കൊള്ളിച്ച തെന്നിന്ത്യൻ ഗാനകോകിലത്തിന് 81 വയസ്സ്. 48,000-ൽ പരം പാട്ടുകൾ 17 ഭാഷകളിലായി ജാനകിയമ്മ എന്ന എസ് ജാനകി പാടിയിട്ടുണ്ട്. തെന്നിന്ത്യയിലെ രാപ്പാടിയുടെ പാട്ടുകൾ ഇന്നും അനുവാചകർക്ക് സമ്മാനിക്കുന്നത് അനിർവചനീയമായ അനുഭൂതികൾ തന്നെയാണ്. ಜೀವಹೂವಾಗಿದೆ ಭಾವಜನಾಗಿದೆ ಬಾಳು ಹಾಡಾಗಿದೆ ನಿನ್ನ ಸೇರಿ ನಾನು ಸಿನ್ನಿ ಸಿನ್ನಿ ಕೋರಿ ಕಲ್ಲಡಗ ಶ್ರೀನಿವಾಸುಡು ನನ್ನಡಗ. 1938 ഏപ്രിൽ 23-ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രവിശ്യയിൽ ജനിച്ച എസ് ജാനകിക്ക് വിവിധ ഭാഷകളിൽ പാടിയതിന് 4 ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. మౌనమేళనోయి ఈ మరపురాని రేయి ఎదలో వెన్నెల వెలిగే కన్నుల. തന്റെ 19ാമത്തെ വയസ്സിൽ വിധിയിൽ വിളയാട് എന്ന തമിഴ് സിനിമയിൽ ഗാനമാലപിച്ചുകൊണ്ടാണ് തന്റെ ഗാനസഭയിലേക്ക് തുടക്കമിട്ടത്. പിന്നീട് ജാനകിയുടെ യുഗമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെലഡി പാടുന്നതിൽ അസാമാന്യമായ കഴിവുണ്ടായിരുന്നു എസ് ജാനകിക്ക്. അവർ പാടിയ നിരവധി പാട്ടുകൾ തന്നെ അതിന് തെളിവായെടുക്കാം. ഗായിക മാത്രമായിരുന്നില്ല എസ് ജാനകി. ഗാനരചന, സംഗീത സംവിധാനം എന്നീ മേഖലകളിൽ അവർ തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. കേൾക്കുവാൻ കാതോർക്കു ഞാനിരുന്നു താവക വീതിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർക്കു ഞാനിരുന്നു. സമകാലിക വിഷയങ്ങളെ മുൻനിർത്തി ഏപ്രിൽ 26, 27 തീയതികളിൽ കോറോം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ സെമിനാർ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നൂതന ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ സമകാലിക മുന്നേറ്റങ്ങളെ മുൻനിർത്തി ഒരു ദേശീയ സെമിനാർ ഏപ്രിൽ 26, 27 തീയതികളിൽ കോളേജ് കോറോം ക്യാമ്പസിൽ വെച്ച് നടത്തുന്നു. ദേശീയ തലത്തിൽ 250-ൽ പരം പ്രതിനിധികൾ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിനായി കോറോത്ത് എത്തിച്ചേരുന്നുണ്ട്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാർ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോയൽ ഉദ്ഘാടനം ചെയ്യും. കോളേജ് മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ അധ്യക്ഷനാവും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ പ്രതിനിധികൾ അവതരിപ്പിക്കും. രാജ്യത്തുടനീളമുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പ്രായോഗിക പരിജ്ഞാനം ഉണ്ടാക്കാനും സാങ്കേതിക പരിജ്ഞാനം കൈമാറാനും നല്ലൊരു അവസരമാണെന്നും സംഘാടകർ പറഞ്ഞു. സെമിനാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയ വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VK ജനാർദ്ദനൻ, ഡോക്ടർ AV ലീന, പ്രൊഫസർ K രവീന്ദ്രൻ, ലഫ്റ്റനന്റ് കേണൽ C പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് LSS USS പരീക്ഷയിൽ മികച്ച വിജയം. വിജയികൾക്ക് ഏപ്രിൽ 25-ന് വ്യാഴാഴ്ച വൈകിട്ട് 5:30-ന് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് അനുമോദനം നൽകും. 2018-19 വർഷത്തെ LSS പരീക്ഷയിൽ സബ് ജില്ലയിൽ 1-ാം സ്ഥാനം തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിനാണ്. 20 വിദ്യാർത്ഥികൾ വിജയിച്ചു. USS പരീക്ഷയിൽ 12 വിദ്യാർത്ഥികൾ വിജയിച്ചു. സ്കൂളിന് സബ് ജില്ലയിൽ തന്നെ മികച്ച നേട്ടമാണ് സ്കൂളിന് നേടാനായത്. സംസ്കൃതം സ്കോളർഷിപ്പിൽ 5 വിദ്യാർത്ഥികൾക്ക് സംസ്കൃതം സ്കോളർഷിപ്പ് ലഭിച്ചു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് സൗകര്യമൊരുക്കി പ്രത്യേക അധ്യാപകരെ നിയമിച്ചാണ് പരിശീലനം നൽകുന്നത്. LSS USS വിജയികളെ ഏപ്രിൽ 25-ന് വൈകിട്ട് 5:30-ന് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് അനുമോദിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം നിർവഹിക്കും. PTA പ്രസിഡന്റ് KV ശങ്കരൻ അധ്യക്ഷത വഹിക്കും. റെവറന്റ് മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയത്ത് അനുഗ്രഹ ഭാഷണം നടത്തും.
ചെറുവത്തൂർ AEO വിജയകുമാർ ഉപഹാര സമർപ്പണം നടത്തും. ചെറുവത്തൂർ ഉപജില്ലാ BPO ഉണ്ണിരാജ്, റവറന്റ് ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് തുടങ്ങിയവർ സംസാരിക്കും. ഏപ്രിൽ 25 വ്യാഴാഴ്ച രാവിലെ പൂർവ്വ അധ്യാപക സംഗമവും യാത്രയയപ്പും നടക്കുമെന്നും സ്കൂൾ അധികൃതർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഷായി ജോർജ്, KV ശങ്കരൻ, ഖാദർ പാണ്ഡ്യാല, M റഫീഖ് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ തോട്ടുമുണ്ടിയ കളിയാട്ട മഹോത്സവം ഏപ്രിൽ 25 മുതൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 25 വ്യാഴാഴ്ച നടക്കുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിക്കുക. നടക്കാവ് ശ്രീ കൊവ്വൽ മുണ്ടിയ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. രാത്രി 8 മണിക്ക് മെഗാ ഷോ അരങ്ങേറും. ഏപ്രിൽ 26 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൂരക്കളി സെമിനാർ, ആദര സമ്മേളനം, പൂരക്കളി, മറത്തുകളി എന്നിവ നടക്കും. വൈകുന്നേരം 6:30 ക്ഷേത്രം വനിതാവേദി അവതരിപ്പിക്കുന്ന നൃത്ത വിസ്മയം അരങ്ങേറും. പരദേവത മൂവരുടെയും തോറ്റം, രാത്രി 8:30 പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം എന്നിവ നടക്കും. രാത്രി 9:30 വീരന്മാരുടെ വെള്ളാട്ടത്തെ തുടർന്ന് തൂവക്കാളിയും അരങ്ങിലെത്തും. ഏപ്രിൽ 27 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പൂമാരുതൻ ദൈവത്തിന്റെ പുറപ്പാട്, തുടർന്ന് വിഷ്ണുമൂർത്തി, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് 4 മണിക്ക് കൂത്ത്, ചങ്ങനും പൊങ്ങനും എന്നിവ അരങ്ങിലെത്തും. തുടർന്ന് പരദേവതാ മൂവരുടെയും ഉച്ചത്തോറ്റം, പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം, പരദേവതാ മൂവരുടെയും അന്ത്യത്തോറ്റം എന്നിവ നടക്കും. രാത്രി 8 മണിക്ക് താലപ്പൊലിയേന്തിയ ബാലികമാർ, മുത്തുക്കുട, കാവടിയാട്ടം, വർണ്ണശബളമായ ദൃശ്യവിരുന്നിനോടൊപ്പം വർണ്ണശബളമായ കാഴ്ച നടക്കും. രാത്രി 10 മണിക്ക് വീരന്മാരുടെ വെള്ളാട്ടം. ഏപ്രിൽ 28 ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പൂമാരുതൻ ദൈവത്തിന്റെ പുറപ്പാടും, തുടർന്ന് രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ദേവീപ്രസാദമായ അന്നദാനം. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാധ്യമ സമ്മേളനത്തിൽ KV ഗണേഷ്, K ശശിധരൻ, VV നാരായണൻ, V ജനാർദ്ദനൻ, C ഗണേശൻ, M രാജേഷ് തുടങ്ങിയവർ അറിയിച്ചു. വിശ്വസാഹിത്യ ചരിത്രത്തിലെ അതികായൻ വില്യം ഷേക്സ്പിയർ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു ഏപ്രിൽ 23-നാണ്. 1616 തന്റെ 52-ാമത്തെ വയസ്സിലായിരുന്നു ഷേക്സ്പിയറുടെ അന്ത്യം. ലോകം കണ്ട മഹാനായ ഈ സാഹിത്യകാരൻ ലോകമുള്ളിടത്തോളം കാലം തന്റെ സൃഷ്ടികളിലൂടെ തലയെടുപ്പോടെ ജീവിക്കും. വില്യം ഷേക്സ്പിയർ ഒരു നാമമല്ല, ഒരു വികാരമാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് ഒരാൾ കാലം കടന്നെത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. 57 നാടകങ്ങൾ, 154 ഗീതകങ്ങൾ, 2 ഖണ്ഡകാവ്യങ്ങൾ, ഏതാനും ലഘുകവിതകൾ എന്നിവയൊക്കെയാണ് ഷേക്സ്പിയറിന്റേതായി പുറത്തു വന്നിട്ടുള്ള കൃതികൾ. വർത്തമാനകാലത്തും നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച ഒരു മനുഷ്യന്റെ കൃതികൾ പണ്ഡിതരെയും പാമരരെയും ഒരുപോലെ ആകർഷിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ കൃതികളെ അവലംബിച്ച് ഇന്നും പുതിയ പുതിയ വ്യാഖ്യാന കൃതികൾ ഇറങ്ങുന്നു. ലോകത്തുണ്ടായിട്ടുള്ള പല നിരൂപകരും ഈ കൃതികളെ പഠിച്ചാണ് അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളത്. മാർക്സിയൻ നിരൂപണ ശാഖയ്ക്കും ഷേക്സ്പിയറുടെ കൃതികൾ വിളനിലമായിരുന്നു. ഇന്നും പാടിപ്പതിഞ്ഞ എത്രയോ ഉദ്ധരണികൾ കാലങ്ങൾക്കപ്പുറത്ത് നിന്ന് ഷേക്സ്പിയർ എഴുതിയതാണ് എന്നുള്ളത് നമ്മെ വിസ്മയിപ്പിക്കും. എല്ലാ വികാരങ്ങളും ഇവിടെ സമ്മേളിക്കുന്നു. ക്ലാസ് മുറികളിലും രംഗവേദികളിലും അന്നും ഇന്നും ഒരുപോലെ വിജയം കൊയ്തവയാണ് ഈ കൃതികൾ അത്രയും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുവാൻ 5 മുതൽ 9 വരെ ക്ലാസുകളിൽ 20 പട്ടിക വിഭാഗത്തിലും 2 ജനറൽ വിഭാഗത്തിലും പെട്ട ആൺകുട്ടികളുടെ ഒഴിവുകളിലേക്ക് രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷാ ഫോറം ശ്രീനാരായണ വിദ്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. അപേക്ഷകൾ മെയ് 15-നകം ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447 389317 എന്ന നമ്പറിലോ 0485 204848 എന്ന നമ്പറിലോ വിളിക്കുക. ഇനി മാറ്റൊലി. കല്ലട ബസ് പ്രശ്നം. യാത്രക്കാരോടുള്ള ബസ് ജീവനക്കാരുടെ പെരുമാറ്റം അതിരു കടക്കുന്നുവോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കാണാം. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു രാഹിത്യമാണ് അവിടെ കാണിച്ചെന്നുള്ളതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഡ്രൈവർ കുറച്ചും കൂടി ആത്മസമയം പാലിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്നത് കുറച്ച് ലേറ്റായാലും ആത്മസമയം പാലിച്ചുകൊണ്ട് ചെയ്യാമായിരുന്നല്ലോ. പക്ഷേ അതൊന്നും അവർ ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ ബസ്സുകാരും കുറച്ചൊക്കെ അനുഭാവപൂർവ്വം യാത്രക്കാരോട് പെരുമാറണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ബസ് ഡ്രൈവറും അവരുടെ ആ ടീം ചെയ്തത് വളരെ തെറ്റാണ്. ഒന്ന് മാനുഷികമായിട്ട് തന്നെ വളരെ മോശമാണ്. രണ്ടാമത്തത് ഇത് കൺസ്യൂമറിസം എന്നുള്ള ഒരു പ്രിൻസിപ്പിളിന് തന്നെ വളരെ എതിരാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് അതിന് പറ്റിയ വകുപ്പുകൾ ഇടപെട്ട് ഒരുപാട് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. കാരണം ഒരു കൺസ്യൂമർക്ക് അയാളുടെ പേ ചെയ്യുന്ന പണത്തിനനുസരിച്ച് വാല്യൂ കിട്ടണം.
അത് അയാൾ നന്നായി പെരുമാറണം. ഇത് ബസ്സിൽ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് എയർലൈൻസുകളിൽ പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നു ഈ സ്റ്റാഫിന് കൃത്യമായ ട്രെയിനിങ് ഇല്ല, അതുപോലെ മാനേജ്മെൻറ്റിലുള്ള എത്തിക്സ് ഇല്ലാത്തതാണ് ഇതിൽ ഏറ്റവും വലിയ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. എടാട്ട് ചെറാട്ട് കോൺഗ്രസ് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചു. പാർലമെന്റ് ഇലക്ഷനിൽ LDFന്റെ കള്ളവോട്ട് തടഞ്ഞതിന്റെ പ്രതിഫലനമാണ് അക്രമമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. CPM വ്യാപകമായി കള്ളവോട്ട് ചെയ്തു. എന്നാൽ LDFൽ നിന്നും UDFിലേക്കുണ്ടായ വോട്ട് ചോർച്ച കള്ളവോട്ടിനെ മറികടക്കുമെന്നും പിണറായി വിജയനും കണ്ണൂരിലെ ജയരാജന്മാരുമാണ് അക്രമങ്ങൾക്ക് പിന്നിലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. വീറും വാശിയും നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ മികച്ച പോളിംഗ്. 82.92% പോളിംഗ് കണ്ണൂരിൽ രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് മൊത്തം 77.68% പോളിംഗും രേഖപ്പെടുത്തി. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായി തിരുവർക്കാട്ടുകാവ് വള്ളിക്കെട്ട് നാശത്തിലേക്ക്. പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നതായും ആക്ഷേപം. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ മാലിന്യ കൂമ്പാരത്തിന് തീയിട്ടു. ടെലിഫോൺ കേബിളുകൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. മലയാളത്തെ പാടി കോൾമേർ കൊള്ളിച്ച തെന്നിന്ത്യൻ ഗാനകോകിലത്തിന് 81 വയസ്സ്. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.